തുറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെടയ്ക്കു പകരോ മളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. തന്ന കയ്യും കാലും ആരോഗ്യവുമെല്ലാം അള്ളാന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ കണക്ക് പറയേണ്ടി വരും. കേട്ടോ കേട്ടോ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹ് യഥാ പറയുകയാ, എന്തെന്നറിയോ 6000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന, ഒരുപാട് അഹ്കാമുകളുള്ള, ഒരുപാട് അഖ്ബാറുകളുള്ള അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഏതാണ് പ്രിയമുള്ളവരെ? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്നിങ്ങനെ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് യഥാ പറയുകയാ. എന്നിട്ടതാ നിരവധി തവണയുണ്ടല്ലോ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് യഥാ പറയുകയാ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതിന്റെ അർത്ഥം എന്താണ് ചെറുപ്പക്കാരാ? ഖത്തറിലതാ വേൾഡ് കപ്പ് നടന്നപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ പറയുന്ന ആയത്തുകൾ കൊണ്ട് ഖത്തറിലെ വേൾഡ് കപ്പിന്റെ പ്രിയമുള്ളവരെ ആരംഭിച്ചപ്പോ ഞാനും നിങ്ങളും അതാ സ്റ്റാറ്റസ് ആക്കിയ ആയത്താ, റീൽസ് ആക്കിയ ആയത്താ, ഷെയർ ചെയ്ത ആയത്താ. ഏതെന്നറിയോ? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹ് യഥാ ഖുർആനിലൂടെ ചോദിക്കുകയാ, അല്ലാഹ് നിനക്ക് കൈ തന്നില്ലേ? അല്ലാഹ് നിനക്ക് കാല് തന്നില്ലേ? അല്ലാഹ് നിനക്ക് ആഫിയത്ത് തന്നില്ലേ? അല്ലാഹ് നിനക്ക് ദീർഘായുസ് തന്നില്ലേ? അല്ലാഹ് നിനക്ക് ശ്വാസം തന്നില്ലേ? അല്ലാഹ് നിനക്ക് ആരോഗ്യം തന്നില്ലേ? അല്ലാഹ് നിനക്ക് കുടുംബം തന്നില്ലേ? അല്ലാഹ് നിനക്ക് മക്കളെ തന്നില്ലേ? അല്ലാഹ് നിനക്ക് വാഹനം തന്നില്ലേ? അല്ലാഹ് നിനക്ക് കുടുംബം തന്നില്ലേ? അല്ലാഹ് നിനക്ക് വീട് തന്നില്ലേ? അല്ലാഹ് നിനക്ക് സ്ഥാനമാനങ്ങൾ തന്നില്ലേ? അല്ലാഹ് നിനക്ക് ആരോഗ്യം തന്നില്ലേ? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹനെ മറന്നതെന്തേ? അല്ലാഹനെ മറന്നതെന്തേ? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹനെ മറന്നുകൊണ്ട്, അല്ലാഹു തന്ന ആരോഗ്യം മറന്നുകൊണ്ട് മംഗലാപുരത്തിന്റെ പരിസരത്തിലൂടെ ഓടുന്നവരാണോ, നടക്കുന്നവരാണോ, എഴയുന്നവരാണോ? ഒരു ചരിത്രം ഞാൻ എന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാ. ഒരു ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാ. ഇന്നത്തെ രാത്രി എങ്ങാനും ഞാനും നിങ്ങളും വിട പറഞ്ഞു പോയാൽ ഖബറിലാ ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവര് കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, കടന്നു വരികയാ. അസ്റായീൽ കടന്നു വരുന്ന രൂപം എങ്ങനാ? നമസ്കരിച്ചവരാണോ? നോമ്പ് പിടിച്ചവരാണോ? സകാത്ത് കൊടുത്തവരാണോ? നന്മകൾ ചെയ്തവരാണോ? വഅലിന്റെ സദസ്സ് സംഘടിപ്പിച്ചവരാണോ? ഇൽമിന്റെ മജ്ലിസുകൾ ഉണ്ടല്ലോ നടത്തിയവരാണോ? സദഖ കൊടുത്തവരാണോ? ഹജ്ജുകൾ ചെയ്തവരാണോ? ഉംറകൾ ചെയ്തവരാണോ? എന്നാൽ അസ്റായീൽ കടന്നു വരുന്ന രൂപം എങ്ങനാ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരുന്നതാ. സുഗന്ധം എന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് ഒരു ഈമാനിക ആവേശത്തോടെ അസ്റായീൽ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. എന്നാൽ
നമസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ സകാത്ത് കൊടുക്കാതെ നന്മ ചെയ്യാതെ ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ കള്ളു കുടിച്ചുകൊണ്ട് പെണ്ണ് പിടിച്ചുകൊണ്ട് ചീട്ട് കളിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് ഹറാം ചെയ്തുകൊണ്ട് പലിശയ്ക്ക് പൈസ കൊടുത്തുകൊണ്ട് ഓടുന്നവരാണോ നടക്കുന്നവരാണോ എഴയുന്നവരാണോ എന്നാൽ അസ്രായേൽ കടന്നു വരുന്ന രൂപം എങ്ങനാ മുഖമെല്ലാം കറുത്തിരണ്ട് കൊണ്ട് കടന്നു വരികയാ നീ അതാ അസ്രായേൽ റൂഹ് പിടിക്കുമ്പോ കരയുകയാ വേദനിക്കുകയാ അസ്രായേലിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ താങ്ങാൻ കഴിയുന്നില്ലോ സഹിക്കാൻ കഴിയുന്നില്ലോ പടച്ചവനെ വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അസ്രായേലിനോട് റബ്ബേ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ അസ്രായേൽ പറയുകയാ അനുഭവിക്കടാ വേദനിക്കടാ ഹറാം ചെയ്തവനല്ലടാ അസ്രായേൽ കടന്നു വന്ന് റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് ഉണ്ടല്ലോ വിളിച്ചു പറയുകയാ ഇന്നാ ആശിക ധാരമയുണ്ടല്ലോ മരിച്ചിട്ടുണ്ടേ പള്ളിയിലെ ഖതീബുണ്ടല്ലോ പള്ളിയുടെ കാരണവരുണ്ടല്ലോ നാട്ടിലെ കാരണവരുണ്ടല്ലോ മരിച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് വിളിച്ചു പറയുകയാ പടച്ചവനെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാ ഖബറിന്റെ അത്ഭുതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ചെറുപ്പക്കാരാ പഠിക്കേണ്ടതാ പെങ്ങന്മാരെ പഠിക്കേണ്ടതാ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ റീൽസ് ഉണ്ടാക്കിയിട്ട് സ്വന്തം ഭാര്യയുടെ ശരീരമുണ്ടല്ലോ പങ്കുവെക്കുന്നവരെ അത് കേരളക്കാരാകട്ടെ അത് കർണാടകക്കാരാകട്ടെ പഠിച്ചോ പഠിച്ചോ വാട്സപ്പിലൂടെ കാമുകിയുമായിട്ട് ചാറ്റ് ചെയ്യുന്നവരോട് പറയുകയാ ഇൻസ്റ്റഗ്രാമിലൂടെ കാമുകിയായിട്ട് ചാറ്റ് ചെയ്യുന്നവരോട് പറയുകയാ പാടില്ല പാടില്ല ഖബറിന്റെ ഭയാനകത പഠിക്കേണ്ടതാ ഹറാമുകൾ ചെയ്യാൻ തോന്നുമ്പോ തിന്മകൾ ചെയ്യാൻ തോന്നുമ്പോ എന്റെ പ്രിയമുള്ളവര് ഖബറിന്റെ അദാബുകളുണ്ടല്ലോ പഠിക്കേണ്ടതാ അള്ളാനെ പേടി വരേണ്ടതാ അള്ളാനെ പേടി വരേണ്ടതാ ഒരിക്കലുണ്ടല്ലോ അബൂബക്കർ തങ്ങളോട് ഒരാളിങ്ങനെ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ അബൂബക്കർ തങ്ങളെ അള്ളാനെ പേടി വരാനുള്ള മാർഗമേതാ അതിനുള്ള മാർഗമേതാ അതിനുള്ള വഴികളുണ്ടല്ലോ ഏതാണ് തങ്ങളെ അബൂബക്കർ തങ്ങളതാ പറയുകയാ അള്ളാനെ പേടി വേണോ അള്ളാനെ ഭയക്കണോ അള്ളാന്റെ പ്രീതി വേണോ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലേണ്ടതാ അവിടെ ചെന്നതാ സിയാറത്ത് ചെയ്യേണ്ടതാ അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പറഞ്ഞു തന്നത് ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ ഖബറെന്ന് പറയുമ്പോ ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ ഖബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണ കർണാടകക്കാരെ അറിയാതെ കരയണ കർണാടകയിലെ പെങ്ങള് എന്തുകൊണ്ടെന്നറിയോ ഖബറെന്ന് പറയുന്നത് പാമ്പുള്ള വീടാണ് അല്ലോ ഖബറെന്ന് പറയുന്നത് തേളുള്ള വീടാണ് അല്ലോ ഖബറെന്ന് പറയുന്നത് പുഴുക്കളുള്ള വീടാണ് അല്ലോ ഖബറെന്ന് പറയുന്നത് ഞെരുക്കമുള്ള വീടാണ് അല്ലോ ഖബറെന്ന് പറയുന്നത് ആ ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വാരിയെല്ലുകളുണ്ടല്ലോ ഖബറിന്റെ പ്രിയമുള്ളവരെ ഇടുക്കുമെന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ മഅദല്ലോ കാക്കടേ അല്ലോ കാക്കടേ അല്ലോ ഒരിക്കലതാ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്നു മഹാനവറുകളുടെ ചാരത്തേക്ക് കടന്നു വരികയാ കടന്നു വന്നുകൊണ്ട് അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്നവരോട് പടച്ചവരെ പറയുകയാ തങ്ങളെ ജീവിതത്തില് ഒരുപാട് തിന്മകളുണ്ടല്ലോ
ഞാനതാ ചെയ്തു പോയി തങ്ങളെ. അല്ലാഹു പടച്ച തമ്പുരാൻ പുറത്തു തരുമോ? അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന മഹാനാകുന്ന വ്യക്തിയുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് ചോദിച്ചു, തങ്ങളെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തവരാ, അള്ളാഹു പുറത്തു നൽകുമോ? എന്താ ചോദിക്കണേ? അള്ളാഹു പുറത്തു നൽകുമോ? ഇപ്പോ നമ്മുടെ പള്ളിയിലെ ഖത്തീബിനോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കാം, ഉസ്താദെ, ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി ഉസ്താദെ, അള്ളാഹു എനിക്ക് പുറത്തു നൽകുമോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയുന്ന ഒരു വാചകമുണ്ട്, മോനെ, എടാ നീ എത്ര തിന്മ ചെയ്താലും അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹു നിനക്ക് പുറത്തു നൽകുമെന്ന് ഉസ്താദ് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കും. ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, തങ്ങളെ, എനിക്കൊരാഗ്രഹമുണ്ട്. അല്ലെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സഹോദര സഹോദരിമാരോട് ചോദിക്കുക, എന്താ നിങ്ങളുടെ ആഗ്രഹം? എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും. ചിലർക്ക് നല്ല വീട് വേണം, ചിലർക്ക് സമ്പത്ത് വേണം, ചിലർക്ക് നല്ല പെണ്ണ് വേണം, ചിലർക്ക് നല്ല മക്കളെ വേണം, ചിലർക്ക് ലൈൻ അടിച്ചുകൊണ്ടിരിക്കണ ഏതെങ്കിലും ഒരു താത്ത വീഴണം. അതൊക്കെയാണ് ചില ആളുകളുടെ ചിന്ത, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എനിക്കൊരാഗ്രഹമുണ്ട് തങ്ങളെ. അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങൾ ചോദിച്ചു, എന്താ നിന്റെ ആഗ്രഹം? എന്താ നിന്റെ ആഗ്രഹം? അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ, ഉലമാക്കൾ, ഉമറാക്കളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അവരെല്ലാം ഒരു ഖബറിന്റെ ചാരത്തുകൂടി കടന്നുപോയാൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ കഴിയുമായിരുന്നല്ലോ. അല്ലെ, ഇപ്പോ നമ്മുടെ സാത്വികരാകുന്ന ഉലമാക്കൾ, പണ്ട് കാലത്തെ പണ്ഡിതന്മാർ, എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരൊക്കെ ഒരു ഖബറിന്റെ ചാരത്തു കൂടി കടന്നുപോയാൽ ആ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ഇന്ന് 6 അടി മണ്ണിന്റെ ഉള്ളറയിൽ കിടക്കുന്ന നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ ചാര പോയി സിയാറത്ത് ചെയ്യുന്നവരാ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്ക് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. നമ്മുടെ വാപ്പയെ കൊണ്ട് ഖബറിലേക്ക് വെച്ചാൽ, അവിടെ മൂടുപലക വെച്ചാൽ, മണ്ണിട്ട് കഴിഞ്ഞാൽ ഖബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയോ? കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുക, തങ്ങളെ, എനിക്ക് ആ ഖബറിലെ അത്ഭുതങ്ങളൊന്ന് കാണണം തങ്ങളെ. നമ്മുടെ പള്ളിക്കാട്ടിലുള്ള ഖബറുകളിലെ അത്ഭുതങ്ങൾ എനിക്കൊന്ന് അറിയണം തങ്ങളെ. ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങൾ പറഞ്ഞു, നീ ഓരോ ഖബറിന്റെയും ചാര പോയിട്ട് നീ പടച്ചവനോട് ദുആ ചെയ്, നിനക്ക് ആ ഖബറിന്റെ അകത്ത് കിടക്കേണ്ട അത്ഭുതങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്. ഇൻഷാ അല്ലാഹ് നിനക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ആ ഖബറിന്റെ അകത്ത് അത്ഭുതങ്ങൾ കാണിച്ചു തരുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന മഹാനവറുകൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ 5 ഖബർ പൊളിച്ചെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. എത്ര ഖബർ? 5 ഖബർ. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചില സമയത്ത് കുഴിച്ച ഖബർ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നീടും കുഴിക്കാറുണ്ട്. അല്ലെ, കുഴിച്ച ഖബർ തന്നെ, അടക്കിയ ഖബർ തന്നെ വീണ്ടും എന്ത് ചെയ്യാറുണ്ട്? കുഴിക്കാറുണ്ട്. കാരണം സ്ഥലമില്ലെങ്കിൽ ചിലപ്പോൾ വാപ്പയുടെ ഖബറിൽ തന്നെ മക്കൾക്ക് അടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഖബർ പഴകിക്കഴിഞ്ഞാൽ ആ ഖബറിന്റെ അകത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ അടക്കാൻ വേണ്ടിയിട്ട് ആ ഖബർ പൊളിക്കാറുണ്ട്. ഖബർ പൊളിക്കുമ്പോൾ ചിലപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഖബറിന്റെ അകത്ത് അത്ഭുതങ്ങൾ പോലെ അദ്ദേഹത്തിന്റെ ശരീരം, അദ്ദേഹത്തിന്റെ ജനാസ, എൻ്റെ പ്രിയപ്പെട്ടവരെ മണ്ണ് തിന്നാത്തതുപോലെ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്നുണ്ടാകും. ഞാൻ പറയാ, അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങൾ പറഞ്ഞു, നീ പോയിട്ട് പള്ളിക്കാട്ടിൽ ഓരോ ഖബറും പൊളിക്കുന്നതിന് മുമ്പ് ആ ഖബറിന്റെ ചാര വെച്ച് റബ്ബിനോട് നീ നിന്റെ ആഗ്രഹം പറയണം, അല്ലാ ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ നീ ഒന്ന് കാണിച്ചു തരണേ അല്ലാ. അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങൾ സന്തോഷമായി. കാരണം ആ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ അറിയണമല്ലോ. അതിൻ്റെ അകത്ത് നടക്കുന്ന എന്താണ് അത്ഭുതങ്ങൾ, അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങൾ അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളുടെ ചാരത്ത് നിന്ന് ആ ചെറുപ്പക്കാരൻ്റെ പ്രിയപ്പെട്ടവർ ഒരു മൺവെട്ടി, ഒരു പിക്കാസയും എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിക്കാട്ടിലേക്ക് കടന്നില്ല. പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളുടെ ചാരത്ത് നിന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ കടന്നു ചെല്ലുകയാ.
അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളുണ്ടല്ലോ, അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളുടെ ചാരത്ത് നിന്ന് ആ ചെറുപ്പക്കാരനുണ്ടല്ലോ ഒരു പിക്കാസയായി കടന്നു ചെല്ലുകയാ. ആദ്യത്തെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ, ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ, കാണിച്ചു തരണേ അല്ലാ. അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ. മഹാനാകുന്ന ഉർവത്ത്, മഹാനാകുന്ന പടച്ചവനെ, ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പിക്കാസ എടുത്തുകൊണ്ട് ഖബറദാ വെട്ടുകയാ. പടച്ചവനെ മണ്ണിങ്ങനെ വാരുകയാ, പടച്ചവനെ മണ്ണിങ്ങനെ നീൽക്കുകയാ, പടച്ചവനെ മൂടുപലകയതാ മാറ്റുകയാ. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്. ഖബറദാ പൊളിക്കുമ്പോ ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ ആ ഖബറിലേക്ക് നോക്കുമ്പോ ഖബറിൽ കിടക്കുന്ന ജനാസയുടെ തലയുണ്ടല്ലോ, പെരടിയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റിക്കിടക്കുകയാ. ചെറുപ്പക്കാരനതാ ഖബറിലേക്ക് ഇറങ്ങുകയാ. ആ ജനാസയുടെ തലയുണ്ടല്ലോ, ജനാസയുടെ പെരടിയുണ്ടല്ലോ പടച്ചവരെ കഅബയുടെ ഭാഗത്തേക്കതാ, കിബിലയുടെ ഭാഗത്തേക്കതാ തിരിച്ചു വെക്കുകയാ. തലയതാ വെക്കുമ്പോ തലയന്റെ പ്രിയമുള്ളവരെ വീണ്ടും അതാ തെറ്റുകയാ, കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകയാ. ചെറുപ്പക്കാരൻ എന്റെ പ്രിയമുള്ളവരെ വീണ്ടും ആ ജനാസയുടെ പിരടിയുണ്ടല്ലോ കിബിലയിലേക്ക് എന്റെ പ്രിയമുള്ളവരെ തിരിച്ചു വെക്കുകയാ. ഓ സമയത്തതാ പെരടിയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകയാ, മാറുകയാ. ചെറുപ്പക്കാരൻ എന്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാ, പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. അല്ലാ, ഇതെന്തുകൊണ്ടാണ് പടച്ചവരെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ജനാസയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് ഈ പിരടിയതാ മാറാന് കാരണമെന്താ? ഒരു അശരീരി കടന്നു വരികയാ ചെറുപ്പക്കാരന്റെ ഭാഗത്തേക്ക് എന്റെ പ്രിയമുള്ളവര്, ഒരു അശരീരി കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, അതാരെന്നറിയോ, അതാരെന്നറിയോ? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ. ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കടന്നു വരാത്തവരാ, അത് നിസാരമാക്കിയവരാ. പടച്ചവന്റെ സംസാരമുണ്ടല്ലോ, നമസ്കാരമുണ്ടല്ലോ, ഇബാദത്തിനെയുണ്ടല്ലോ അവഗണിച്ചവരാ. ആ ചെറുപ്പക്കാരന്റെ പ്രിയമുള്ളവര് ഖബറുണ്ടല്ലോ മൂടുകയാ. രണ്ടാമത്തെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ പടച്ചവരെ. എന്നിട്ടാ ഖബറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ജനാസയുടെ അത്ഭുതങ്ങള് നരകത്തിന്റെ അദാബാണോ, സ്വർഗത്തിന്റെ പ്രതിഫലമാണോ, നന്മയുടെ പ്രതിഫലമാണോ, മലക്കുകളുടെ പൊരുത്തമുള്ള ഖബറാണോ? അറിയിച്ചു തരണേ അല്ലോ, അറിയിച്ചു തരണേ അല്ലോ. പടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ, പടച്ചവരെ ഖബർ പൊളിക്കുകയാ. എന്നിട്ടാ മൂടുപലക മാറ്റുമ്പോ സുബ്ഹാനല്ലോ, സുബ്ഹാനല്ലോ, ഒരു ജനാസയുടെ പ്രിയമുള്ളവര് ഖബറിന്റെ അകത്തുണ്ടല്ലോ ഒട്ടിക്കിടക്കുകയാ. പടച്ചവനെ ജനാസയതാ മണ്ണിലേക്ക് ഇങ്ങനെ ചേർന്ന് കിടക്കുകയാ. ആ ജനാസയുടെ തലയില്, ജനാസയുടെ കൈകളില്, ജനാസയുടെ കാലുകളില്, ജനാസയുടെ ഗുഹ്യഭാഗത്ത് പടച്ചവനെ സബാനിയാക്കളാകുന്ന മലക്കുകളുണ്ടല്ലോ, നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ. നരകത്തിൽ നിന്നതാ ഒരാണി കൊണ്ടുവരികയാ. ജനാസയുടെ കൈകളിലേക്ക്, ജനാസയുടെ കാലുകളിലേക്ക്, ജനാസയുടെ ഗുഹ്യഭാഗത്തേക്ക്, ജനാസയുടെ കണ്ണുകളിലേക്ക് അടിച്ചു കയറ്റുകയാ, അടിച്ചു കയറ്റുകയാ. ജനാസയതാ കരയുകയാ. ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാ. ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമോ?
ആരെങ്കിലും ഒന്ന് രക്ഷിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ അള്ളാനോട് ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എന്തുകൊണ്ടാണ് അല്ലാ ഖബറിന്റെ അകത്ത് നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ കടന്നു വന്നുകൊണ്ട് ഈ ജനാസയുടെ ശരീരത്തിലേക്ക് ആണികളുണ്ടല്ലോ അടക്കുന്നതെന്താ? ഒരു അശരീരിയത കടന്നു വരികയാ. ചെറുപ്പക്കാരനോട് പറയുകയാ, എന്തുകൊണ്ടെന്നറിയോ? അവൻ മൂത്രമൊഴിച്ചിട്ട് കഴുകാത്തവനാ, മൂത്രമൊഴിച്ചിട്ട് ശുദ്ധിയാക്കാത്തവനാ. ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, പാൻസ് ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു പോകുന്നവരെ, നിങ്ങളതാ മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോ പള്ളിയുടെ മൂത്രപ്പരയിലേക്ക് കയറുന്നവരാ, നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് മൂത്രമൊഴിക്കുന്നവരാ. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ എണ്ണീക്കാൻ പാടില്ല. അത് മനോഹരമാകുന്ന രീതിയിൽ ശുദ്ധിയാക്കാതെ കടന്നു വന്നാൽ ഖബറിൽ കിടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ കടന്നു വന്നുകൊണ്ട് നിന്റെ ശരീരത്തിലേക്ക് ആണിയടിക്കുമെന്ന് പറയുകയാ. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവനോട് ദുആ ചെയ്യുകയാ, നീ പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. ആ ഖബറിന്റെ പ്രിയമുള്ളവരെ മൂടുകയാ. എന്നിട്ടതാ ഒരു മൂന്നാമത്തെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ. അതിനു മുമ്പ് പടച്ചവനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ഇത് മൂന്നാമത്തെ ഖബറാണ് അല്ലാ, ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ. മൺവെട്ടിയതാ എടുക്കുകയാ. പടച്ചവനെ മണ്ണ് മാറ്റുകയാ. പടച്ചവനെ മൂടുപലക മാറ്റുകയാ. അതങ്ങു മാറ്റുമ്പോ ഖബറിന്റെ അകത്തതാ ഒരു തീജ്വാലയുണ്ടല്ലോ കടന്നു വരികയാ. അതാ പിന്നെ തീജ്വാലയാ, നരകത്തിന്റെ തീജ്വാലയാ, കത്തിജ്വലിക്കുന്ന തീജ്വാലയാ. ആ തീജ്വാലയുടെ അകത്ത് കിടന്നുകൊണ്ട് ജനാസയുടെ പ്രിയമുള്ളവരെ വേവുകയാ. അല്ലാഹുവേ ആ മയ്യത്ത് കിടന്നുകൊണ്ട് കരയുകയാ, എന്നെയൊന്ന് രക്ഷിക്കുമോ, എന്നെയൊന്ന് സഹായിക്കുമോ? ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവരോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. ഇതാരാണ് അല്ലാ, ഇതാരാണ് അല്ലാ? പടച്ചവനെ അദ്ദേഹം അതാ ദുആ ചെയ്യുമ്പോ ഒരു അശരീരി കടന്നു വരികയാ. അതാരെന്നറിയോ? അതാരെന്നറിയോ? പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ തീരെ നമസ്കരിക്കാത്തവരോ, നമസ്കാരങ്ങൾ ഒഴിവാക്കിയവരോ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് സുബഹിയുടെ സമയത്ത് ബാങ്ക് കൊടുക്കുകയാ. അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠമുള്ളത് നമസ്കാരത്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് പോകാതെ നമസ്കരിക്കാതെ കിടക്കുന്നവരെ, ഭാര്യക്ക് ചുംബനം കൊടുക്കുന്നവരെ, പുതപ്പിന്റെ അടിയിൽ AC ഓണാക്കിയിട്ട് തണുപ്പത്ത് കർണാടകയുടെ വീടിന്റെ ഉള്ളറയിൽ കിടക്കുന്നവരെ, നിന്റെ ഖബറിലേക്ക് ഒരു തീജ്വാല വരികയാ. നിന്നെ അതാ കത്തിക്കുകയാ. അദ്ദേഹം ആ ഖബർ മൂടുകയാ. നാലാമത്തെ ഖബറിന്റെ ചാര വരികയാ. പടച്ചവനോട് ദുആ ചെയ്യുകയാ, അല്ലാ ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ, എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ ഒരു പിക്കാസ എടുത്തിട്ട് പടച്ചവനെ മൺവെട്ടിയെടുത്തിട്ട് നാലാമത്തെ ഖബറിന്റെ മണ്ണുണ്ടല്ലോ മാറ്റുകയാ, ഒഴിവാക്കുകയാ. പടച്ചവനെ മൂടുപലക മാറ്റുമ്പോ ഖബറിലുണ്ടല്ലോ ജനാസയില്ല. ഖബറിന്റെ അകത്ത് കിടക്കുന്നതെന്താ? ഖിൻസീർ എന്ന് പറയുന്ന ഒരു പന്നിയാ. ഖിൻസീർ എന്ന് പറയുന്ന ഒരു പന്നി എന്റെ പ്രിയമുള്ളവരെ നാലാമത്തെ ഖബറിന്റെ അകത്ത് പടച്ചവരെ കിടക്കുകയാ. ആ ചെറുപ്പക്കാരുണ്ടല്ലോ വിറങ്ങലിക്കുകയാ. പടച്ചവരെ ഖിൻസീർ എന്ന് പറയുന്ന പന്നിയാണല്ലോ ഈ ജനാസയുണ്ടല്ലോ എന്നതാപാണ് ചെയ്തതല്ലാ. ഒരു ശരീരി കടന്നു
കടന്നു വരികയാ. ഖബറിന്റെ അകത്ത് ഖിൻസീർ എന്ന് പറയുന്ന വിഭാഗമുണ്ടല്ലോ, ഖിൻസീർ എന്ന് പറയുന്ന പന്നിയുണ്ടല്ലോ. കടന്നു വരുന്ന വിഭാഗമാരാ? കള്ള് കുടിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ, പാൻപരാഗ് വെക്കുന്നവരെ, കൂള് വെക്കുന്നവരെ, ഹാൻസ് വെക്കുന്നവരെ, കഞ്ചാവടിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ, ഹശീഷ് വെക്കുന്നവരെ, നാവിന്റെ അടിയിൽ സ്റ്റാമ്പ് വെക്കുന്നവര്, കള്ളിനടിമയായവര്. ഖബറിന്റെ അകത്തിന്റെ പ്രിയമുള്ളവര്, ഖിൻസീർ എന്ന് പറയുന്ന ഒരു പന്നിയുണ്ടല്ലോ, നിനക്കു പകരമതാ കടന്നു വരികയാ. അദ്ദേഹം അതാ പേടിക്കുകയാ, പടച്ചവനെ വിറങ്ങലിക്കുകയാ. ഖബറിങ്ങനെ മൂടുകയാ. അഞ്ചാമത്തെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. പടച്ചവരോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാ. അല്ലാ, ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങള് എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ, എനിക്കൊന്ന് കാണിച്ചു തരണേ അല്ലാ. അദ്ദേഹം ആ ഖബർ പൊളിക്കുകയാ. പടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ, മണ്ണിങ്ങനെ വാരി മാറ്റുകയാ. പടച്ചവനെ മൂടുപലക മാറ്റുകയാ. അല്ലാഹുവേ, അത്ഭുതപ്പെടുകയാ. ആ ചെറുപ്പക്കാരനാ ഖബറിലേക്ക് നോക്കുമ്പോ, അല്ലാഹുവേ, സ്വർഗത്തിന്റെ പരിമളമാ, സ്വർഗത്തിന്റെ ആസ്വാദനമാ, സ്വർഗത്തിന്റെ പൂന്തോട്ടമാ, സ്വർഗത്തിന്റെ സുഖങ്ങളാ, സ്വർഗത്തിന്റെ ആനന്ദമാ, സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങളാ. ഖബറിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാ. അല്ലാഹുവോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, ഈ ഖബറിലുണ്ടല്ലോ, അതാരാണ് അല്ലാ, അതാരാണ് അല്ലാ? ഒരു അശരീരിയത കടന്നു വരികയാ. നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ പഠിച്ചുകൊള്ളുക, നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരെ പഠിച്ചുകൊള്ളുക. ഖബറിന്റെ അകത്ത് നിന്ന് ആനന്ദം വരുന്ന, സ്വർഗത്തിന്റെ സുഖങ്ങൾ വരുന്ന, സ്വർഗത്തിന്റെ മണം വരുന്ന, സ്വർഗത്തിന്റെ ആസ്വാദനം വരുന്ന ഖബറിലെ വിഭാഗമാരാ. ആ ചെറുപ്പക്കാരനോട് ഒരു അശരീര് പറയുകയാ, ഹറാമ് വലിച്ചവരോ, തിന്മകളിൽ നിന്ന് മാറി നിന്നവരോ, പെണ്ണുപിടിയിൽ നിന്ന് മാറി നിന്നവരാ, കള്ളുകുടിയിൽ നിന്ന് മാറി നിന്നവരാ. ഉസ്താദേ, എനിക്കിന്നി തിന്മകൾ വേണ്ട, എനിക്കിന്നി ഹറാമുകൾ വേണ്ട, എനിക്കിന്നി ലഹരി വേണ്ട, എനിക്കിന്നി അദാബുകൾ വേണ്ട, എനിക്കിന്നി MDMA വേണ്ട, എനിക്കിന്നി സ്റ്റാമ്പ് വേണ്ട, എനിക്കിന്നി കൂള് വേണ്ട, എനിക്കിന്നി ലഹരി വേണ്ട, എനിക്കിന്നി പലിശ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, ഒരു നിയമമുണ്ടല്ലോ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാരാ? ഹറാമിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഉമർ തങ്ങൾ മാറി നിന്നതുപോലെ, സൽമാൻ തങ്ങൾ മാറി നിന്നതുപോലെ, ഉസ്മാൻ തങ്ങൾ മാറി നിന്നതുപോലെ, അലിയാർ തങ്ങൾ മാറി നിന്നതുപോലെ, അസദുല്ലാഹ് ഹംസ തങ്ങൾ മാറി നിന്നതുപോലെ ആരെങ്കിലും ഒരാൾ തിന്മകളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഖബറിലുണ്ടല്ലോ സ്വർഗത്തിന്റെ പരിമളമാ, സ്വർഗത്തിന്റെ ആസ്വാദനമാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഇന്നത്തെ രാത്രി എങ്ങാനും വിട പറഞ്ഞു പോയാൽ നാളെ രാവിലെ എന്റെ പ്രിയമുള്ളവര് കർണാടകയുടെ പള്ളിക്കാട്ടിൽ എന്റെയും നിങ്ങളുടെയും മയ്യത്ത് പടച്ചവരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഖിൻസീർ എന്ന പന്നി വരാൻ പാടില്ല, അദാബിന്റെ മലക്കുകൾ വരാൻ പാടില്ല, പെരടി തെറ്റാൻ പാടില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവരെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സൗഭാഗ്യങ്ങൾ തരണേ അല്ലോ, കബൂലാക്കണേ അല്ലോ.